5 ജില്ലകളിൽ UDF തരംഗം ആഞ്ഞടിക്കുമെന്നും അവിടുത്തെ 43 സീറ്റുകളും തൂത്തുവാരുമെന്ന് സതീശൻ തറപ്പിച്ച് പറയുമ്പോൾ ചെങ്കോട്ടയിലെ കൊടികൾക്ക് അത്ര തിളക്കം പോരാ. കാറ്റ് താടികുലഞ്ഞ് വീഴാൻ നിൽക്കുന്ന പാഴ്മരമായി CPM മാറുന്ന കാഴ്ച ഇനി കേരളം കാണും. ഇന്ത്യയിലെ അവസാനത്തെ കച്ചത്തുരുമ്പായ കേരളവും CPM-ന് കൈവിട്ടു പോകും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്ത്യം കുറിക്കപ്പെടും. കൃത്യമായ കണക്കുകളുടെയും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസത്തോടെയായിരുന്നു സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. പതിവിലും വ്യത്യസ്തമായി വെള്ള ഖദർ ഷർട്ടിടാതെ ഇളം നീല നിറത്തിലുള്ള ഷർട്ട് ധരിച്ചെത്തിയ സതീശൻ പറഞ്ഞ ഓരോ വാക്കും CPM-ന്റെ പതനത്തിന്റെ കണക്ക് കൂട്ടലുകൾ തന്നെയാണ്. എറണാകുളം, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, വയനാട് ഈ 5 ജില്ലകളിലെ 43 സീറ്റും തൂത്തുവാരുമെന്ന് പറയുമ്പോൾ സതീശന്റെ കണ്ണിലെ ആ തിളക്കം കണ്ടോ? അതൊരു ഒന്നൊന്നര കോൺഫിഡൻസ് ആണ്. ഇതവണ UDF-നെ സതീശൻ ഇറക്കിയത് ഒരു കേഡർ പാർട്ടിയുടെ ഡിസിപ്ലിനോടെയാണ്. ഞാൻ പണി തുടങ്ങിയിട്ട് 35 വർഷമായി, പക്ഷെ കോൺഗ്രസുകാർ ഇത്രയും ഉഷാറായി പണിയെടുക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വെറുതെയല്ല. താഴെത്തട്ടിൽ മൈക്രോ ലെവലിൽ സതീശൻ നടത്തിയ ഹോംവർക്കിന്റെ റിസൾട്ട് കൂടിയാണത്. പിന്നെ CPM-നെ അദ്ദേഹം വലിച്ചു കീറി ഒട്ടിച്ച ഒരു രീതിയുണ്ട്. മേലെ ഇരിക്കുന്ന നേതാക്കന്മാർ തമ്മിൽ എന്തൊക്കെ അന്തർധാരകൾ ഉണ്ടാക്കിയാലും താഴെയുള്ള അണികൾ അതൊക്കെ പൊളിച്ചടക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രിമാർക്ക് സ്വന്തം മണ്ഡലം വിട്ട് പുറത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു. പിണറായി വിജയൻ മാത്രം ഒറ്റയ്ക്ക് നടന്ന് പ്രസംഗിച്ചു, ബാക്കിയുള്ളവരൊക്കെ സ്വന്തം സീറ്റ് രക്ഷിക്കാൻ പെടാപ്പാട് പെട്ടു. ഇതൊക്കെയാണ് സതീശൻ എടുത്തു കാണിക്കുന്ന പോയിന്റുകൾ. ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇപ്പോൾ CPM വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ചും യുവ മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതെന്നും സതീശൻ ആഞ്ഞടിച്ചു. അതൊരു ഒന്നൊന്നര കൊട്ടായിപ്പോയി. CPM-നുള്ളിലെ പുകച്ചിലിന്റെ ശബ്ദരേഖകൾ വരെ തന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിലൂടെ പ്രതിപക്ഷ നേതാവ് വലിയൊരു രഹസ്യ ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ടൈറ്റ് ഫൈറ്റ് നടന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ കുന്നത്താണെങ്കിലും കുന്നത്താടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കുന്നത്താടാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുക? അല്ല, എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് UDF-ന് അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ല എന്ന് വെച്ചാൽ 40 സീറ്റാണ്. 16, 14, 5, 5 40 സീറ്റിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഈ 4 ജില്ലയിൽ UDF-ന് അനുകൂലമായി. ഞാൻ ബാക്കി ജില്ലയിലൊന്നും ഞാനത് അവകാശപ്പെടുന്നില്ല. 4 ജില്ലയിലും ബാക്കി ജില്ലയിൽ പത്തനംതിട്ട അല്ല, വയനാട് ഉണ്ടാവും. 43 സീറ്റ്, 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ്. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല. ആദ്യം തന്നെ ഈ 5 ജില്ലയിൽ മുഴുവൻ സീറ്റും പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. ഈ മധ്യ കേരളത്തിലെ കണക്ക് കൂടിക്കഴിഞ്ഞാൽ ആലപ്പുഴയിലൊക്കെ പോളിംഗ് ശതമാനം ഈ മറ്റതിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉയർന്നിട്ടില്ല. കോട്ടയത്തും ആ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. അവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നമ്മളുടെ വർക്ക് നടന്നിട്ടുണ്ട്. അവിടെ ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്നില്ല. അതായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ അനുകൂലമായിട്ട് അല്ല, ഇതിൻ്റെ അകത്ത് ഇതൊരു പൊതുവായിട്ട് ട്രെൻഡാണ്. ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ്. അപ്പോൾ ആളുകൾക്കൊരു നിരാശയും മറ്റൊക്കെ കിട്ടും. വല്ലാത്ത ഒരു പ്രയാസവും ഒരു പ്രതിഷേധവും അമർഷവും ഒക്കെയാണ്. അതിൻ്റെ കൂടെ സാധാരണ പതിവില്ലാത്ത തരത്തിൽ ഞങ്ങളൊരു ഹോപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഓൾട്ടർനേറ്റീവാണ്, ഞങ്ങളൊരു ബദലാണ്, ഇതിന് ഞങ്ങളൊരു മാറ്റം ഉണ്ടാക്കും, ഞങ്ങൾക്കതിന് കഴിയും എന്നുള്ളൊരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. സാധാരണ അത് ചെയ്യാറില്ല, ഒരു പ്രതിപക്ഷം അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ വരുമ്പോൾ ആ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ വന്നാൽ മാറ്റമുണ്ടാകും എന്നൊരു ചർച്ച അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെയും ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായ ശൈലിയാണ്. ഇതുവരെ ഉണ്ടാകാത്തൊരു വ്യത്യസ്തമായ ശൈലി. നിങ്ങൾക്ക് തന്നെ അറിയില്ല, 2 വർഷം മുമ്പേ ഞങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ച ഫീൽഡിലെല്ലാം ഞങ്ങളൊരു വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പ്രതിപക്ഷം ചെയ്യാത്തതാണ്. സാധാരണ ചെയ്യാറുള്ളത് അവസാനമാകുമ്പോഴേക്കും ഒരു ഇലക്ഷൻ തൊട്ട് മുമ്പ് ഞങ്ങൾ ഇതുപോലത്തെ ഒരു കോൺക്ലേവ് നടത്തും, അല്ലെങ്കിൽ AKG സെൻറ്ററിൽ ഒരെണ്ണം നടത്തി 2 പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആരാണ്. ഇതല്ല, ഇത് ഓരോ ടോപ്പിക്കിലും ഓരോ സബ്ജക്റ്റിലും നല്ല വർക്കാണ് തരുന്നത്. ഓരോ സബ്ജക്റ്റിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാവരും അടിസ്ഥാനത്തിലാണ്
ഈ കണക്ക് പറയാറില്ല. ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ,